പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. കൊല്ലത്തല്ല, തൃശ്ശൂരാണ്. ऐसा नहीं है, बहुत सुंदर है, अच्छा है, प्रॉपर्टी बहुत കൊള്ളാം है. പ്രോപ്പർട്ടി കൊള്ളാം. കൊള്ളാം. അങ്ങനെ വെറുതെ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കില്ലേ, അതാണ്. तो कीमत जास्ती है, बेला तो जास्ती. അയ്യോ, ഇത്ര ജാസ്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയൊരു വീടായി അതിന്റെ പിന്നിൽ 2 ഏക്കർ ഭൂമി കിടപ്പുണ്ട്. പിന്നെ ഈ കാണുന്ന മരങ്ങളും മൊത്തം നല്ല തേക്കിന്റെ നല്ല കിട്ടില്ല സാധനങ്ങളാണ്. എങ്ങനെ നോക്കിയാലും 15 കോടിക്ക് ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ജാസ്തി നെഹിയേ. 15 കോടി तो 15 കോടി तो കൂടുതലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഹനേട്ടനൊന്ന് സംസാരിക്കാം. പുള്ളിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു പ്രോപ്പർട്ടിയാണിത്. പുള്ളിക്ക് വിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ സാമ്പത്തികമായിട്ട് പുള്ളി പെട്ടെന്ന് ഡൗൺ ആയി. മോളുടെ കല്യാണം വന്നപ്പം പുള്ളി ഒന്ന് മൊത്തത്തിൽ ചാതി വന്നപ്പോൾ അത് മൊത്തത്തിലൊന്ന് ഇതായി. പിന്നെ ഭാര്യ വയ്യാണ്ട് കിടപ്പായി. അങ്ങനെ ആസ്പത്താൽ മെധ അങ്ങനെ കുറച്ച് ഡൗൺ ആയി. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഡീലാക്കുന്നത് നല്ലത്. കാരണം കഴിഞ്ഞ ആഴ്ച നിങ്ങളെപ്പോലെ വേറൊരു ഹിന്ദിക്കാരൻ വന്നിട്ട് കണ്ടിട്ട് പോയതാണ്. പുള്ളിക്ക് ഏതാണ്ട് ഓക്കെ ആയതാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ പറയുന്നത് ഒരു 2 കോടി അഡ്വാൻസ് ഇപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം ഡീലായി നമ്മളെ കയ്യിരിക്കും. 15 14 14 പറയുമ്പോൾ സംഭവിച്ചാലേ മോഹനേട്ടന് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വീടാണേ. പുള്ളിക്ക് മാത്രമല്ല, ഞാനും ഈ മുറ്റത്ത് എന്തോരം ഓടിക്കളിച്ച് ചേർന്നിട്ടുള്ളത് അറിയോ. ഞാൻ പറയുന്നത് ഈ 14 എന്നുള്ളത് നമുക്കൊരു 14 അരയിൽ പിടിക്കാം. അതാകുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. ഇത് അപ്പൊ നമ്മള് കൈയടി കൊടുകൈ. ഒന്നോ രണ്ടോ എത്രന്ന് വെച്ചാ ബീവിക്ക് എടുത്തോ. ഫൈനോട്ട്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഈ മുറ്റത്ത് എന്തോരം സാറ്റ് കളിച്ചറിഞ്ഞാന്നറിയോ. സുമതിച്ച് എന്തോരം ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് ആ ഉമ്മറത്തിരുന്ന് എന്തോരം ഞാൻ കഴിച്ചിട്ടുണ്ടെന്നറിയോ. അതൊക്കെ ഒരു കാലം. അഡ്വാൻസ് എപ്പോഴാണ് തരിക? കലോക മതി, അത് കേട്ടാ മതി.